गणपति എന്നുമെന്നും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണം. വളരെ പുതുമയാണ്. ഒരു നല്ലൊരു ക്ലബ് ഹോളിന്റെ എല്ലാ ഫീച്ചേഴ്സുമായിട്ടാണ് ലാൻഡ്സ്കേപ്പ് നടക്കുന്നത്. അതിന് പ്രസിഡന്റും ടീമും അഭിനന്ദനം അറിയിക്കുന്നു. യാതൊരു സംശയിച്ചു കയറുമ്പോൾ തന്നെ അതിനെല്ലാം മട്ടും ഭാവമൊക്കെ വിജയമാസം വളരെ ആക്റ്റീവായി അഗ്രസീവായ ഒരു ലീഡറാണ്. ഞാൻ സംശയിച്ചു ഏറ്റവും നല്ല സ്നേഹമുള്ള വളരെ അഗ്രസീവായ ഒരു ലീഡറാണ്. ഇവിടെ എല്ലാവരും ലീഡേഴ്സാണ്. ഈ മാസമാണെങ്കിലും നമ്മുടെ ആർ സി രാധാകൃഷ്ണൻ ലീഡറാണെങ്കിലും അയ്യപ്പൻ ഡോക്ടറാണെങ്കിലും എവരി വൺ ഹിയർ ഈസ് എ ലീഡർ. സ്നേഹവും ലീഡർഷിപ്പും ഉള്ള മെമ്പേഴ്സാണ് നെടുമങ്ങാട് ലയൺസ് ക്ലബിന്റെ അസറ്റ്. നമ്മുടെ ഒരു ഡയനസ്റ്റി കെയർ എന്ന് പറയുന്നത് ആദ്യം പറ്റുമെങ്കിൽ ജൂൺ ലാസ്റ്റ് തന്നെ ക്യാഷ് ഇനമായി നമുക്ക് ഡിസ്ട്രിക്റ്റിനും ഇന്റർനാഷണൽ മൾട്ടിപ്പിൾ ഒരു ഫീസ് അടയ്ക്കാൻ നോക്കാം. അപ്പോ പൈസ കൃത്യമായി വാങ്ങിച്ച് ക്ലബിന്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നന്നാക്കി കൊണ്ടുപോകാൻ എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി ആസ് എ ട്രഷറർ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യാൻ സ്ട്രോങ് പ്രസിഡൻസ് ബിൽ സ്ട്രോങ് ക്ലബ്സ് ആണ്. ശക്തനായ ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ആ ക്ലബ്ബ് എല്ലാ രീതിയിലും സർവീസിലാണെങ്കിലും ലീഡർഷിപ്പിലാണെങ്കിലും മെമ്പർഷിപ്പിലാണെങ്കിലും വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും. പ്രസിഡന്റ് വീക്കാവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവാറുള്ളൂ. ഒരു സ്ട്രോങ് പ്രസിഡന്റ് ആണ് നമുക്ക് മനീഷിലൂടെ ഒരു ന്യൂ ജനറേഷൻ ലീഡറാണ് ശരിക്കും നെടുമങ്ങാടിനെ 26-27 നയിക്കാൻ അഡ്വൈസറി കമ്മിറ്റിയുടെ മെമ്പറാണ്. ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൈസ് പ്രസിഡന്റുമാരെ വെച്ചിട്ട് കമ്മിറ്റീസ് ഉണ്ടാണ്. ഈ കമ്മിറ്റീസ് കൃത്യമായി പ്രവർത്തിക്കുന്ന നോക്കണം. ഇതൊക്കെ ചെയ്യുന്ന ഉത്തരവാദിത്വം പ്രസിഡന്റിന്റെ ശുദ്ധമാണ്. റെസ്പോൺസിബിലിറ്റി ചെയ്യുകയുള്ളൂ. ഞാൻ പ്രസിഡന്റിന് അധികാരം കൈമാറുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വലിയാണ് ഓരോ ആൾക്കാരും ഇൻസ്റ്റോൾ ചെയ്യുന്നത്. ഒരു ടീമായിട്ട് അവരെല്ലാം നമ്മൾ ഒരുമിച്ച് ഒരു കളക്റ്റീവായിട്ട് ചെയ്യാൻ പോകണം. ഞാൻ ഇതുവരെ കുറച്ച് ആൾക്കാരെല്ലാം ഒന്ന് ഫ്രണ്ടിലേക്ക് വരാം. നമ്മുടെ നെടുമങ്ങാട് ക്ലബിന്റെ മെമ്പേഴ്സിന്റെ സ്നേഹവും കോൺഫിഡൻസും ഒക്കെയാണ്
lady of the Nirmangal Board of Trustees, Lion Seymour, Lion out Seymour, Manish. പ്രവർത്തിക്കുന്നു. ഈ ക്ലബിലെ ഓരോ അംഗങ്ങളെയും ആ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെയും എന്റെ കുടുംബത്തെ പോലെ കാണുകയും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഒന്നായി ചേർന്നുകൊണ്ട് ഒരു പുതിയ ക്ലബ് രൂപീകരിച്ച് പുതിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൽകി വന്ന സ്നേഹവും സഹകരണവും ഇനിയും മുന്നോട്ടുണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി എനിക്ക് അഭിനന്ദനങ്ങൾ നൽകാനുള്ളത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ക്ലബിനെ നയിച്ച പ്രസിഡന്റ് വിജയകുമാർ ടിക്കും ആ ടീമിനും അതിനോടൊപ്പം എനിക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്നതുകൊണ്ട് തന്നെയാണ്. ഈ 53 വർഷം പ്രായമായ ക്ലബ്ബ് ചരിത്രത്തിൽ ആദ്യമായി 318A എന്ന് പറയുന്ന ലയൺസ് ഡിസ്ട്രിക്ട് പാറശാല മുതൽ ഹരിപ്പാട് വരെയുള്ള ഈ ഡിസ്ട്രിക്റ്റിൽ 1ാം സ്ഥാനത്തെത്തി എന്നത് ഏറെ അഭിമാനകരവുമാണ്. അതിന് നല്ല കയ്യടി ഈ കഴിഞ്ഞ ടീമിന് നൽകുന്നു. ഇവിടെ കൂടുതൽ വനിതാ അംഗങ്ങളെ ഞങ്ങൾ ഇൻഡക്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഭദ്രദീപം കൊളുത്തിയത് തന്നെ നമ്മുടെ ഈ ക്ലബിലെ ഏറ്റവും മുതിർന്ന ലയൺ വനിതയായ ഡോക്ടർ അരുണ അയ്യപ്പനാണ്. ഈ ക്ലബില് ഈ വരാൻ പോകുന്ന ഭരണസമിതി വനിതകൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രാതിനിധ്യവും കുടുംബത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രാതിനിധ്യവും ഞങ്ങൾ ആ ഒരു വിളക്കിന്റെ തിരിയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആ സഹകരണം ഈ വർഷം മുഴുവൻ ഉണ്ടാകുമെന്നും തുടർന്നും ലയൺസ് പ്രസ്ഥാനത്തിൽ നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം സസന്തോഷം അഭിമാനപൂർവ്വം ഞാൻ ഏറ്റെടുത്തു. അതോടൊപ്പം സേവന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സേവന പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം, അങ്ങനെ വിവിധ പുതിയ അംഗങ്ങളെ ഇൻഡക്ട് ചെയ്യുന്നു. ഇങ്ങനെ 3 മനോഹരമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാനാണ് നമ്മളിന്ന് ഈ പുതുക്കിയ ലയൺസ് ഹാൾ നെടുമങ്ങാട് ലയൺസ് ഹാളിൽ നിന്ന് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം 1973 ട്രിവാൻഡ്രം ഹോസ്റ്റ് ലയൺസ് ക്ലബാണ് നെടുമങ്ങാട് ലയൺസ് ക്ലബിനെ സ്പോൺസർ ചെയ്തത്. 51 വർഷം പിന്നിട്ട് 53 വർഷവും നെടുമങ്ങാട് പ്രദേശത്ത് ഞാൻ പ്രതിജ്ഞ വായിക്കും. കൈ വലത്തെ കൈ ഉയർത്തിപ്പിടിച്ചു ഞാനെന്ന് പറയുന്ന പേര് ഞാൻ പേര് പറഞ്ഞു. ഇന്ന് മുതൽ ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ അംഗമായി നെടുമങ്ങാട് ലയൺസ് ക്ലബിലൂടെ സംഘടനയുടെ ഭരണഘടനയും ചട്ടങ്ങളും മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്നും ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായ പിന്തുണ നൽകുമെന്നും സമൂഹ സേവനത്തിൽ എന്റെ ജീവിതത്തിന്റെ ഭാഗമാകുമെന്നും സഹജീവികളുടെ ക്ഷേമത്തിനായി സത്യസന്ധതയോടെയും സൗഹൃദത്തോടെയും സമർപ്പണത്തോടെയും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു.